So again, welcome back to Learnly. So next question. Okay, the initial velocity of a particle moving along a straight line is 10 meter per second and its retardation is 2 meter per second square. The distance moved by the particle in the fifth second of its motion is. Distance moved by the particle in the fifth second of its motion is na question. എടാ ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ ശ്രദ്ധിക്കണേ, പേടിക്കാനൊന്നുമില്ല. ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ധൈര്യത്തിൽ എഴുതിക്കോ, യൂസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. നെക്സ്റ്റ്, ഇൻ അലോങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇറ്റ്സ് റിട്ടാർഡേഷൻ ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. റിട്ടാർഡേഷന്റെ കണ്ടാൽ നെഗറ്റീവ് ഓഫ് ദി ആക്സിലറേഷൻ ആണ്. ഫിസിക്കലി എന്ന് വെച്ചാൽ വണ്ടിക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. സോ ആക്സിലറേഷന് സൈൻ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അല്ലെ, ക്വസ്റ്റ്യൻ എന്താടാ? ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ പാർട്ടിക്കിൾ ഇൻ ദ ഫിഫ്ത്ത് സെക്കൻഡ് ആണ്. അല്ലേ, അപ്പൊ ടി ഈസ് ഈക്വൽ ടു നമുക്ക് മനസ്സിലായി 5 സെക്കൻഡ് ആണ്. അല്ലെ, ക്വസ്റ്റ്യൻ ഇതാണ്. ദ റിക്വയർഡ് ക്വസ്റ്റ്യൻ ഗിവൺ ക്വസ്റ്റ്യൻ ഈസ് ദ ഡിസ്റ്റൻസ്, കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ ഫിഫ്ത്ത് സെക്കൻഡ്. അതായത് 5ാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആ കണ്ടുപിടിക്കേണ്ടത്. സോ റിക്വയർഡ് ഫോർമുല യു നോ, SN ഈസ് ഈക്വൽ ടു, ഓർമ്മ ഉണ്ടോ? u plus a by 2 into 2n minus 1 ആണ്. ഇനി ധൈര്യത്തിൽ കൊടുത്തടാ. യുവിന്റെ സ്ഥാനത്ത് 10 കൊടുത്തോ, എന്ത് പേടിക്കാനാ? എന്റെ സ്ഥാനത്ത് -2 by 2 into എൻ്റെ സ്ഥാനത്ത് കൊടുത്തോ 5 ആണ്, -1. സോ നോക്കിക്കോ, 10 അല്ലേ, 2 by 2 എന്ന് വെച്ചാൽ 1 ആയിട്ട് മാറും. പ്ലസും മൈനസും അടുത്ത് വരുമ്പോൾ മൈനസ് ആയിട്ട് മാറി, -1 ആയിട്ട് മാറി. 2 into 5 10 ആണ്. 10 minus 1 എന്തായിട്ട് മാറും? അത് 9 ആയിട്ട് മാറും. സോ SN is equal to നിങ്ങൾക്ക് കിട്ടി 10 minus 9. 9 is equal to എത്രയാ? 1 ആണ്. സോ ആൻസർ ഈസ് 1 മീറ്റർ ആണ്. സോ ആൻസർ എന്താണ്? 1 മീറ്റർ ആണ്. പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ പറയടാ. പ്രശ്നമുണ്ടോ? സിമ്പിൾ അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഫിഫ്ത്ത് സെക്കൻഡ് ചോദിച്ചുകൊണ്ടാണ് SN ചോദിച്ചത്, SN ഉപയോഗിച്ചത്. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ്, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ 5 സെക്കൻഡ് എന്ന് ചോദിച്ചാൽ ഇൻ 5 സെക്കൻഡ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ആഫ്റ്റർ 5 സെക്കൻഡ് എന്ന് ചോദിച്ചാൽ റിക്വയർഡ് ഇക്വേഷൻ S is equal to ut plus half at square ആണ്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ ഫിഫ്ത്ത് സെക്കൻഡ് എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമേ ഒരു ഇക്വേഷൻ ചൂസ് ചെയ്തത്. SN is equal to u plus a by 2 into 2n minus എന്നുള്ള ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാക്കണേ. ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ക്വസ്റ്റ്യന്റെ ലാംഗ്വേജിൽ ആ വ്യത്യാസം നമുക്ക് എന്താക്കണം? മനസ്സിലാക്കാനുള്ള അബിലിറ്റി നമുക്ക് ഉണ്ടാവണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാനടാ. ശ്രദ്ധിക്കണേ. ഇഫ് എ കാർ അറ്റ് റെസ്റ്റ് ആക്സിലറേറ്റ് യൂണിഫോംലി ടു എ സ്പീഡ് ഓഫ് 144 km/h in 20 seconds, ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ്, അത് കവർ ചെയ്ത ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലേ, അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കാം. ഇഫ് എ കാർ അറ്റ് റെസ്റ്റ് എന്ന് കണ്ട ധൈര്യത്തിലേരിക്കും, ആരും പേടിക്കണ്ട. അല്ലേ, നമുക്ക് കുറെ കാലമായി നമ്മൾ ആരും പേടിക്കാത്ത യൂസ് ഈക്വൽ ടു എന്താണ്? 0 എന്ന് എഴുതി വെച്ച്. അല്ലേ, അറ്റ് എ സ്പീഡ് ഓഫ്, രണ്ടാമത് തരുന്ന സ്പീഡാണടാ, അതിന് എന്ത് കൊടുക്കണം? v എന്ന് കൊടുക്കണം. എത്ര തന്നിട്ടുണ്ട്? 144 km/h തന്നിട്ടുണ്ട്. അതിനി മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 144 into 5/80 എന്ന് കൊടുത്തു. അല്ലേ, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണേ നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻ 18 ദർ ഈസ് ഓൺലി 118. ഇൻ 1,144 എത്ര ഉണ്ടാവൂടാ? 72 36 2, 72 4, അപ്പം 144. അതിൻ്റെ ഡബിൾ ആണ്. എത്ര ഉണ്ടാവും? 8 ഉണ്ടാവും. അപ്പോൾ 8 into 5 എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ എന്ത്? വെലോസിറ്റി v. ഇനി അടുത്തെന്താ? ടൈം തന്നിട്ടുണ്ട്. ടി ഈസ് ഈക്വൽ ടു എത്രയാ? ടി ഈസ് ഈക്വൽ ടു 20 ആണ്. അല്ലേ, അപ്പോൾ ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 20 സെക്കൻഡിന് ശേഷം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസിന് നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടടാ. ഒന്നെങ്കിൽ S is equal to ut plus half at square എന്ന് ഉപയോഗിച്ചോ. അല്ലേ, ഇത് കണ്ടുപിടിക്കണം. അവിടെ എ അൺനോൺ ഫാക്ടർ ആണ്, യു അറിയാം, ടി അറിയാം. എ അൺനോൺ ഫാക്ടർ ആണ്. സോ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എ is equal to നിങ്ങൾക്ക് അറിയാം v minus u by t ആണ്. അല്ലേ, വിന്റെ വാല്യൂ 20 ആണ്, യുവിന്റെ വാല്യൂ 0. 20 minus 0/t. ന്റെ വാല്യൂ എത്രയാ? ടീൻ്റെ വാല്യൂ എത്രയാ? 8 into 5 20 ആണോ? 8 into 5 എത്രയാടാ? 40 ആണടാ. തെറ്റാണേ.
8 into 5 40 ആണ്. സോ 40 ഡിവൈഡ് ബൈ 20. 40 ഡിവൈഡ് ബൈ 20 എന്ന് വെച്ചാൽ എത്രയാ? 2 ആണ്. എൻ്റെ വാല്യൂ 2 ആണ്. ഇനി ഇവിടെ കൊടുത്തോ, ആരെ പഠിക്കാനാ? യുവിൻ്റെ വാല്യൂ 0, യു ടി എന്നുള്ള ടേം മൊത്തത്തിൽ 0 ആയിട്ട് മാറി. ഹാഫ് ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് 2. ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ടീൻ്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. 20 ഇൻറ്റു 20. 22 2 ക്യാൻസൽ. എസ് ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 20. 20 ഇൻറ്റു 20 എത്രയാ? 400 ആണ്. സോ 400 ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പൊട്ടത്തെറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. വി എന്ന് വെച്ചാൽ എന്താ? 8 into 5 എത്രയാ? 40 ആണ്. 8 into 5 ഞാൻ ആവേശത്ത് 20 എന്ന് എഴുതി വെച്ചിട്ട് അത് തെറ്റാണ്. 8 into 5 എത്രയാ? 40 ആണ്. അത് നോക്കണേ, അതൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The speed of a body moving along a straight line changes from 25 meter per second to 10 meter per second in 3 seconds at a constant rate. During this time its acceleration is. ശ്രദ്ധിക്കണേ, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എ is equal to എന്താടാ? വി മൈനസ് യു ബൈ ടി ആണ് അല്ലേ? ദ സ്പീഡ് ഓഫ് എ ബോഡി മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ചേഞ്ചസ് ഫ്രം 25 to 10 ആണ്. എടാ, ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തരുന്ന വെലോസിറ്റി 25 ആ. അപ്പൊ ധൈര്യത്തിൽ എഴുതിക്കോ, യുവിന്റെ വാല്യൂ എത്രയാണ്? 25 ആണ്. രണ്ടാമത് തന്ന വെലോസിറ്റി ആണ് വി. സോ വിന്റെ വാല്യൂ നോക്കണേ. സോ വിന്റെ വാല്യൂ എത്രയായിരിക്കും? വിന്റെ വാല്യൂ ഇവിടെ 10 ആണ് അല്ലെ? ടിയും തന്നിട്ടുണ്ടല്ലോ. ടി is equal to എത്രയാണ്? 3 സെക്കൻഡ് ആണ്. പിന്നെ എന്ത് പേടിക്കാനാ? കൊടുത്തോ അല്ലേ? എ is equal to വിന്റെ സ്ഥാനത്ത് 10 കൊടുത്ത്, യുവിന്റെ സ്ഥാനത്ത് 25 കൊടുത്ത്, ടീന്റെ സ്ഥാനത്ത് 3 കൊടുത്ത്. 10 മൈനസ് 25 എന്ന് വെച്ചാൽ -15 ആണ്. ഡിവൈഡ് ബൈ 3. -15/3 എന്ന് വെച്ചാൽ -5. -5 ഡിവൈഡ് ബൈ -5 ആണ്. -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെയാണ്, സിമ്പിളാണ് അല്ലേ? വെറുതെ ഇക്വേഷൻ എ is equal to വി മൈനസ് യു ബൈ ടി. എടാ, അവിടെ ചെറിയ കോമൺ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ചില കുട്ടികൾ യു, അതായത് 25ഉം 10ഉം തന്നിട്ടുണ്ട്. യു ചെറുതായിട്ട് 10 എടുക്കും, വി വലുതായിട്ട് ആരെടുക്കും? 25 എടുക്കും. അങ്ങനെ ചെയ്താൽ ഇത് പൊട്ടത്തെറ്റായിരിക്കും. ആൻസർ എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ തരുകയും ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, നമുക്ക് ആദ്യം തരുന്ന ഇനീഷ്യൽ കണ്ടീഷനിൽ തരുന്ന വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ കണ്ടീഷനിൽ തരുന്ന വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി. അല്ലാണ്ട് ചെറുത് ഇനീഷ്യലി, വലുത് ഫൈനൽ എന്നുള്ള മീനിങ് ഇല്ല. അങ്ങനെ ക്ലാസ്സിൽ മിസ്റ്റേക്ക് ആക്കുന്ന കുറേ 2-3 കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, മിസ്റ്റേക്ക് വരുത്തി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ ആൻസർ എത്രയാ? -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കണേ. A train of length is 100 meter is crossing a bridge of 200 meter in length at the speed of 72 km per hour. What is the time taken by the train to cross the bridge? അല്ലേ, നമ്മളെ പണ്ട് USS എക്സാമിനൊക്കെ ഇത് ചോദിക്കലുണ്ട്. പണ്ട് USSനും NMMSനൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് പഠിപ്പിച്ചാന്ന് ഓർമ്മയുണ്ട് അല്ലേ? സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് ചില മാത്സിൻ്റെ ടീച്ചർമാരെ കൊണ്ടുവരും. ആ സമയത്ത് അവരിത് ക്ലാസ് സോൾവ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണേ, എ ട്രെയിൻ ഓഫ് ലെങ്ത് 100 മീറ്റർ. എടാ, ഒരു ട്രെയിൻ ഉണ്ട്, അതിൻ്റെ ലെങ്ത് എത്രയാ? ലെങ്ത് ഓഫ് ദി ട്രെയിൻ എത്രയാ? 100 മീറ്റർ ആണ്. 100 മീറ്റർ ആണ്. അപ്പോൾ നോക്കിയാ, ഈസ് ക്രോസിങ് എ ബ്രിഡ്ജ് ഓഫ് 200 മീറ്റർ. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അല്ലേ? ഈ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എത്രയാ? 200 മീറ്റർ ആണ്. അതിനെ ക്രോസ് ചെയ്ത് പോവാണ്. ഇത് ക്രോസ് ചെയ്ത് പോകുന്ന ട്രെയിനിൻ്റെ സ്പീഡ് അല്ലേ? നമ്മൾ ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡിലാണ് പോകുന്നത് അല്ലേ? ബിലോ ആവറേജിലാണ് പോകുന്നത്. സാധാരണ 80 90 പോകും അല്ലേ? ആ ട്രെയിനിൻ്റെ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 72 കിലോമീറ്റർ ആണ്. സോ സ്പീഡ് ഓഫ് ദി ട്രെയിൻ അല്ലേ, വെലോസിറ്റി ഓഫ് ദി ട്രെയിൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 72 കിലോമീറ്റർ പെർ ഹവർ ആണ്. അതിനാദ്യം നമ്മളൊന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. നോക്കണേ, 72 ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണേ. 5/18 ആണ്. സോ 18 there is only 1 time. 72 there are 4 times. So 4 into 5 is equal to 20 മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മൾ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് 20 മീറ്റർ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നോക്കിയാണേ, ഇത് നമ്മൾ അസ്യൂം ചെയ്യാം, ഇത് നമ്മുടെ ട്രെയിനാടാ, ഇത് നമ്മുടെ ബ്രിഡ്ജാണ്, ഇത് നമ്മുടെ ട്രെയിനാണ്. എടാസ്, ഈ ബ്രിഡ്ജിനെ ട്രെയിന് ക്രോസ് ചെയ്ത് പോകാന്ന് വെച്ചാൽ ഇങ്ങനെ കയറിയാണ്, കയറി ഫുള്ള് പോകാന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ ലെങ്ത് മൊത്തം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. എത്രയാണ്? 100 ആണ്. ഇനി പുറത്തോട്ടേക്ക്, ഇത് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടം വരെ എത്തുമ്പോൾ എന്താ? ഇവിടം വരെ, അതായത് ഇതിൻ്റെ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഇതാണ്, ബാക്ക് ഇതാണ്. ഇവിടം വരെ എത്തുകയെന്ന് വെച്ചാൽ ബ്രിഡ്ജിൻ്റെ ലെങ്ത് മൊത്തം അത് ട്രാവൽ ചെയ്ത് എത്രയാണ്? 200 ആണ്. ഇനി കടന്നു പോകണമെങ്കിൽ എന്താണ്? ഇതിൻ്റെ പിന്നാമ്പുറം, ഇതിൻ്റെ ബാക്ക് എന്താണ്? പുറത്തോട്ടേക്ക് എത്തണം.
അങ്ങനെയാണെങ്കിൽ ട്രെയിനെ ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ ബ്രിഡ്ജിന്റെ ലെങ്ത് പ്ലസ് ട്രെയിനിന്റെ ലെങ്ത് നമ്മൾ എടുക്കണം. അല്ലാണ്ട് വെറും ബ്രിഡ്ജിന്റെ ലെങ്ത് നോക്കിയാൽ ഇങ്ങനെ കാര്യം ഉള്ളിൽ എത്തിയേ ഉള്ളൂ. അതായത് ഇതിന്റെ ഫ്രണ്ട് ബ്രിഡ്ജിന്റെ ഒരു എൻഡിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇത് പുറത്തോട്ടേക്ക് കിടക്കണമെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത്തും കൂടി നമ്മൾ എന്താക്കണം, അവിടെ കൂട്ടണം അല്ലേ. അപ്പൊ എന്തായിട്ട് മാറും, ഇവിടെ ടോട്ടൽ ലെങ്ത്. സോ എഫക്റ്റീവ് ലെങ്ത്, ടോട്ടൽ ലെങ്ത് സീക്വൽ ടു പറഞ്ഞാൽ എത്ര വരും, 200 പ്ലസ് 100 എത്രയാ, 300 ആണ് അല്ലേ. ട്രെയിനിന്റെ സ്പീഡ് നമുക്കറിയാം എത്രയാ, 20 ആണ് അല്ലേ. എഫക്റ്റീവ് ലെങ്ത് എൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 300. സ്പീഡ് നമുക്കറിയാം എത്രയാ, സ്പീഡ് നമുക്കറിയാം എത്ര, സ്പീഡ് എത്ര കിട്ടിയേ, 20 അല്ലേ, 20 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാ ടൈം കണ്ടുപിടിച്ചൂടെ. അങ്ങനെ നമുക്ക് ടൈം കണ്ടുപിടിക്കുക, കാരണം സ്പീഡിന്റെ ഇക്വേഷൻ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 300 ആണ്, സ്പീഡ് എത്രയാ, 20 ആണ്. 0 0 കട്ട് 30/2 എന്ന് വെച്ചാൽ എത്രയാ, 15 സെക്കൻഡ് ആണ്. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ. സോ 15 സെക്കൻഡ് ഈസ് ദി കറക്റ്റ് ആൻസർ. 50 സെക്കൻഡ് ഈസ് ദി കറക്റ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് അടുത്ത അതേപോലത്തെ ട്രെയിനിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അധികം ലെങ്തി ആക്കണ്ട. സോ സിമിലർ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം പ്രോബ്ലം സോൾവ് ചെയ്യുക. അത്രേ അതേ നമ്മുടെ മുന്നിൽ എന്നുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളൂ. ഓക്കെ, സോ മാക്സിമം പ്രോബ്ലം സോൾവ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.